ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാട്ടോ. ഒരു വീക്കെൻഡ് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ പോയി കുറച്ച് സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ UK വെസ്റ്റ് മിഡ്ലൻഡ്സിൽ അടുത്ത് തന്നെയുള്ള ഒരു ഫാം വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഫാമിൻ്റെ പേര് എസ്സിങ്ടൺ ഫാം എന്നാട്ടോ. പക്ഷേ ഈ ഫാമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൺലൈൻ ത്രൂ ആയിട്ട് അവിടുത്തെ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയുള്ള ഇപ്പം സ്ട്രോബെറി പോലെയുള്ള ഫാമിങ്ങൊക്കെ അവിടെയുണ്ട്. ചെറീസ്, സ്ട്രോബെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം, അതായത് പറിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടിക്കറ്റ് ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഇതിനകത്തില്ല. എന്നാൽ അതിലും ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. അപ്പം ഞാനൊരു ഫാം എന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ ഒരു 2-3 കാറൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് ആളുകളൊക്കെ വന്നാൽ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടോട്ട് പോയത്. പക്ഷേ ഭയങ്കര തിരക്കുള്ള ഒരു ഫാമായിരുന്നു എസ്സിങ്ടൺ ഫാം. ഇതാണ് എസ്സിങ്ടൺ ഫാമിൻ്റെ മുന്നിലെ കാഴ്ചകൾ. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഫാം പിക്കിങ് കഴിഞ്ഞ് പറിച്ച ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. കുറേ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മിൽക്ക് കൗണ്ടറുണ്ട്. അവിടെ നമുക്ക് പാലും അതുപോലെ തന്നെ പല ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്കും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതൊന്നും കൂടാണ്ട് ഈ ഫാമിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതായത് ഈ ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം അവിടെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഫാമിലെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ തേൻ, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായ ഫ്രഷ് ആയിട്ടുള്ള പല സാധനങ്ങളും അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവിടെ ഒരു ഫുഡ് കൗണ്ടറുണ്ട്. അപ്പോൾ ഈ ഫുഡ് കൗണ്ടറിലാണെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് കണ്ടത് സമൂസ മാത്രമാണ്. അതല്ലാതെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഒരു ബുച്ചറി ഷോപ്പ്, അതായത് ഒരു ഇറച്ചിക്കടയുണ്ട്. പലതര മീറ്റുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. അതിപ്പോൾ ചിക്കനായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും ഒക്കെ പല മോഡലിൽ പല ടൈപ്പിലൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഇത് കൂടാണ്ട് ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ പല വെറൈറ്റി. അതിൽ ഒരെണ്ണം ലെമണാണ്, ബാക്കിയെല്ലാം ഓറഞ്ച് ആട്ടോ. അപ്പോൾ നല്ല വലിപ്പമുണ്ട്. ഒരു 1 kg പോലെയൊക്കെ ഉണ്ട് ഒരു ഓറഞ്ച്. അത്ര ഹെവിയാണ്. നമ്മുടെ നാട്ടിലെ ഓറഞ്ച് ഇതിനകത്ത് കണ്ടിട്ടില്ല. ഏകദേശം രൂപസാമ്യം ഉണ്ടെങ്കിലും അത് നമ്മുടെ നാട്ടിലെ ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ കിവിയുണ്ട്, പിന്നെ നാരങ്ങയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫുഡ് കൗണ്ടറാണ്. ഫസ്റ്റ് തന്നെ പേസ്ട്രി, അങ്ങനെ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ അങ്ങോട്ട് വെജും നോൺ വെജും വെച്ചുള്ള പല വിഭവങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. കൂടുതലും ഒരു വെസ്റ്റേൺ ഫുഡാണ് അവിടെ കാണാൻ പറ്റിയത്. പിന്നെ അതല്ലാണ്ട് സൂഷിയുടെ മാത്രമായിട്ട്, അതായത് ചൈനീസ് കൗണ്ടേഴ്സൊക്കെ കുറച്ചുണ്ടായിരുന്നു. പല തരത്തിലുള്ള മീറ്റുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല തരത്തിലുള്ള മീറ്റുകളും ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് കുറച്ച് ഇതുപോലെയുള്ള വിദേശ ലിക്കേഴ്സും ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സ് ആട്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൻ്റെ ഒരു കൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സോർട്ട് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണ്. ഒരു ഫാം ടൂറിസം എന്ന് തന്നെ പറയാം നമുക്കിത്. എന്താ പറയുക, ഇന്ത്യയിലൊക്കെ ഇതുപോലെയുള്ള ഫാം ടൂറിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു ഈ വീക്കെൻഡ്. അത്യാവശ്യം തണുപ്പുമുണ്ട്. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അന്ന് ആ ഫാം വിസിറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ വരുന്നവർക്കൊക്കെ ഇരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായി. അപ്പോൾ ഈ ഫാമിൽ നമുക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റാത്തത് കൊണ്ട്, അതായത് അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ്
കൃഷികളൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകണമെങ്കിലാണ് ഓൺലൈൻ പാസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് മറ്റേതെങ്കിലും ഫാം അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പശു ഫാമുണ്ട്. അപ്പോൾ എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തത് ഇവിടുന്ന് നേരെ ആ ഫാമിലേക്കായിട്ട് പോയത്. അവിടെ മറ്റൊന്നുമില്ല, പശു, ആട്. അപ്പം പാലിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പാലിൻ്റെ സെർവിങ് മാത്രം. അപ്പോൾ ആ ഫാമിലേക്കാണ് പിന്നെ പോയത്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ടുള്ളത് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അത് കൂടാണ്ട് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ വെൻഡിങ് മെഷീനകത്ത് പാലും അതുപോലെ തന്നെ പലതരത്തിലുള്ള പല ഫ്ലേവറിലുള്ള മിൽക്ക് ഷെയ്ക്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എല്ലാവരും മിക്കവാറും വരുന്ന എല്ലാ ആൾക്കാരും അവിടുന്ന് പാല് അല്ലെങ്കിൽ ഷെയ്ക്കൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മളും അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് മിക്കവാറും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ, അതായത് ഇവിടുത്തെ ആളുകളുടെ കയ്യിൽ ഇതുപോലെ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും. അവരതിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടൊക്കെ കേട്ടോ കൊണ്ടു നടക്കുന്നത്. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നേക്കാളും കെയറിങ് ആണ് അവർക്ക്. അതിന് വേണ്ടുന്ന എല്ലാ സാധനമായിട്ടാണ് അവരൊരു യാത്ര പോകും. അപ്പോൾ അതുപോലെ തന്നെ ഇവനെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവനോട് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ വെൻഡർ മെഷീനിൽ നിന്ന് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അപ്പം ചില ആളുകളൊക്കെ ക്യാനൊക്കെ കൊണ്ടുവന്നിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലായി നല്ല മിൽക്കായതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. നല്ലതായിരുന്നു, നല്ല മിൽക്ക് ഷേക്കായിരുന്നു. ആകെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന അത്രയധികം മധുരം ഉപയോഗിക്കില്ല. അതായത് ഷുഗർ കണ്ടൻറ്റ് അവർ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഷേക്കിൽ അങ്ങനെ ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് നോർമൽ മധുരമാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഓക്ലി ഫാം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ട് ഫാമും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിലാണുള്ളത്. ഓക്ലി ഫാം എന്നാണ് മറ്റേ ഫാം കണ്ടത്. അത് കൂടാതെ വേറെയും ഫാം ഒരെണ്ണം കൂടി ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പൂട്ടും എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ. അവിടെ കോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടു. അപ്പം മറ്റൊരു ദിവസം ഇതെല്ലാം കൂടി പരിഗണിച്ച് നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസം ഇറങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഓക്ലി ഫാമിലേക്ക് പോയി. അപ്പോൾ ഈ ഓക്ലി ഫാമിലാണെങ്കിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പശുത്തൊഴുത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ. ഇവിടെ പശു, ചെമ്മരിയാട്, സാധാ ആട് അങ്ങനെയുള്ളതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഫാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അത്ര പെർമിഷൻ ഇല്ല. നമ്മൾ ഈ പറമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ആടും പശുവും ഒക്കെ കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഫാമിൻ്റെ ഉള്ളിലേക്ക് ആണെങ്കിലും ഈ പറഞ്ഞ മൃഗങ്ങളെയെല്ലാം തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം കാലിയായിരുന്നു. അവർ ക്ലീനിങ്ങിലൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫാമിൻ്റെ ഉള്ളിലേക്കുള്ള കുറച്ച് നമുക്കൊരു ആക്സസ് കിട്ടുന്ന ഏരിയ. ഇത്ര വരെ വരാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ചെറിയ എരുത്തുകളിലായിട്ട് അവർ പശുവിനെയൊക്കെ വളർത്തുന്നത്. പക്ഷേ ഇവിടെ കണ്ട ഇച്ചിരിയും കൂടി ഒരു മാറ്റം എന്ന് പറയുന്നത് വൈക്കോൽ സംഭരിക്കുന്നത് കണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ വിൻ്റർ വരുമ്പോൾ നല്ല തണുപ്പ് സമയത്ത് പുല്ലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഇവർ പുല്ലിങ്ങനെ ട്രാക്ടറുകളിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഈ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങിൽ ഫുള്ള് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച ഭയങ്കര കൗതുകമായിരുന്നു. കുറേ സ്ഥലത്ത് അതുപോലത്തെ ഇങ്ങനെ ചെറിയ ടെൻറ്റുകളിനകത്താണ് ഈ വൈക്കോലൊക്കെ സംഭരിച്ച് വയ്ക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ പോലെയാണ്. പിന്നെ ഇവിടെയെല്ലാം മെഷീനറിയാണ്, ക്ലീനിങ്ങും വൈപ്പിങ്ങും ഒക്കെ മെഷീനറിയാണ്. അപ്പോൾ നമ്മൾ ആ ഫാമിൽ കുറച്ച് നേരം നിന്നു. അവിടെയും പാലും ഷേക്കും ഒക്കെ അവൈലബിൾ ആട്ടോ. അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വെസ്റ്റ് മിഡ്ലൻഡ്സിൻ്റെ വീഥികളിലൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ സാധാരണ ഇവിടെ വന്നിടയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച് ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലണ്ട് ചർച്ച്. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നാളെ സൺഡേ ആണ്. ഞങ്ങൾ വന്ന ദിവസം സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ചർച്ച് തുറന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ പുറത്തൊക്കെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിള്ളേർ കുറച്ച് നേരം അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിൽ കൂടെ കളിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് നേരം കൂടി സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതെല്ലാം വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ, അതായത് ഫാമിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. വേറെ ഡീവിയേഷനൊന്നും എടുത്ത് ദൂരേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് ഏരിയയും പിന്നെ ഒരു ഗുരുദ്വാരയും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം
പിള്ളേർ കുറച്ചൊക്കെ ഒന്ന് ടയേർഡാണെന്ന് തോന്നിയപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്ത് അത്യാവശ്യം നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാക്ഡിയുടെ ഓരോ ബർഗറാണ് നമ്മൾ കഴിച്ചത് സ്നാക്കായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളുടെ വീക്കെൻഡ് നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്ത് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീക്കെൻഡ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. തരുന്ന എല്ലാ സപ്പോർട്ടിനും പിന്തുണയ്ക്കും ഒരുപാട് സ്നേഹം മാത്രം തിരിച്ചു തന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ബായ്.